എന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണം. എന്നാലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലേ സിമി? എന്താണ് അവന്റെ പേര്? അവന്റെ പേര് ഞാൻ മറന്നു. ബോബി. എന്താണ് അവന്റെ യോഗ്യത? എന്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവന്റെ യോഗ്യത എന്താ? ഷേവ് ചെയ്താ മോളെ, ഷേവ് ചെയ്താ കൊടുക്കാൻ 60 രൂപ എടുക്കാൻ ഇല്ലാത്തവനാ. ചേച്ചി അതൊക്കെ പണ്ട്. ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണു. മോളെ, ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. എന്നോടല്ലേ മറുപടി പറയണ്ടത്? ബോബിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്. അത്രയും മതി. നീ കുറെ കൂതറ സിനിമ കാണുന്നുണ്ട്. ഇവനൊക്കെ പക്ക ഫ്രോഡാ. ചേട്ടന്റെ ഒപ്പീനിയൻ, എനിക്ക് എന്റെ ഒപ്പീനിയൻ, അങ്ങനെ വെച്ചാൽ മതി. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. നിന്നെ കെട്ടുന്ന വേണം, മിനിമം എന്റെ അത്ര യോഗ്യതയെങ്കിലും വേണം. ഇവന്മാര് പല തന്തയ്ക്ക് പറഞ്ഞതാ, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാ. ഓക്കെ, അങ്ങനെ പല തന്തയ്ക്ക് പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല ഏട്ടാ. എല്ലാവർക്കും ഒരു തന്തേ ഉള്ളൂ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? അശ്ലീലം പറയുന്നോട്. ഞാനൊന്നും ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്തുള്ളത്തിനും പറയാനാണോ? ചേട്ടൻ ഒച്ചുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോകും. വിളിക്കാൻ നിൽക്കണ്ടേട്ടാ. നിലത്തേക്കിട്ട് എനിക്കറിയാം നിന്നെ എന്താ ചെയ്യേണ്ടത്. നിനക്കൊന്നും ആരും ഇല്ലടി, ഞാൻ മാത്രമേ ഉള്ളൂ. കേട്ടോ? ചേട്ടാ, ബേബി മോളെ എടി പൊടിയെന്ന് വിളിക്കരുത്. இப்பதான் வந்து அக்காவா கரெக்டா நடந்திருக்கு. നീ ഇടപെടണ്ട. ഞാനേ സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്. ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം. எந்த அப்பன பேசினாலும் மரியாதை. அண்ணன் அண்ணன் என்ன சொந்த அண்ணன் மாதிரி இருந்தாலுமே மரியாதை பேசணும்.